വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ തയ്യാറാവണം. ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും മക്കൾക്കത് മാത്രം ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാതെ പോയ ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളണം. മുസ്ലിങ്ങളാണ്, ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ അഭിമാനം കൊള്ളണം. അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കഴിയണം. കുടുംബജീവിതത്തിലേക്ക് ഞാൻ കടക്കണില്ല. കുടുംബജീവിതം പ്രധാനമായും 2 കാര്യങ്ങളാണ് കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടി വേണ്ടത്. ഒന്ന് ആണുങ്ങളെ വർത്താനം, 2 പെണ്ണുങ്ങളെ ഭക്ഷണം. മനസ്സിലായില്ല. കുടുംബജീവിതം വിജയിക്കാൻ 2 കാര്യമാണ് വേണ്ടത്. ഒന്ന് ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ആകുക, 2 പെണ്ണുങ്ങളുടെ ഭക്ഷണം ക്ലിയർ ആകുക. ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്, നല്ല നാടൻ പൊന്നാനിമത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എൻജിനീയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നവനാണ്, നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല. എൻ്റെ വണ്ടിയിലാണ് ഞാൻ എൻ്റെ ഡ്രൈവറേയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും. എൻജിനീയർ ആവണേന് ഞാൻ എതിരല്ല, ഡോക്ടർ ആവണേന് ഞാൻ എതിരല്ല, ജില്ലാ കളക്ടർ ആവണേന് ഞാൻ എതിരല്ല, ട്രാവൽസിൽ ഇരിക്കണേന് എതിരല്ല, അക്കൗണ്ടൻ്റ് ആവണേന് എതിരല്ല, CAക്ക് പോണേന് എതിരല്ല, ഒന്നിനും ഞാൻ എതിരല്ല. കുടുംബജീവിതം നന്നാവണോ, മീൻകറി വെക്കാൻ കഴിയണം, കോളിഫ്ലവർ ഉണ്ടാക്കാനും കഴിയണം. ഭക്ഷണം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളെ ഭക്ഷണം, 2 ക്ലിയർ ആണോ, കുടുംബജീവിതം ഉഷാറായി. ആണുങ്ങളുടെ വർത്താനം, എന്താ വർത്താനം? ഈ ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ്. ശേഖരണ മനസ്സ് പറഞ്ഞാൽ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. ഇതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ മനസ്സാണ്. ചോറുണ്ടാക്കുക, കൂട്ടാണ്ടാക്കുക, മീൻ കൂട്ടാണ്ടാക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, മുരിങ്ങ കാഴ്ച, തുണിക്കുപ്പായം തിരുമ്പുക, സ്ഥിരിടുക, അടിച്ചു വരിക, തുടക്കുക, വൃത്തിയാക്കുക. അതാണ് നിർമ്മാണ മനസ്സ്. ആണുങ്ങളുടെ ശേഖരണം, പെണ്ണുങ്ങളുടെ നിർമ്മാണം. ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശേഖരണത്തിലാണ്, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണത്തിലാണ്. ഒരാണിനോടൊരു പെണ്ണ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, 5 പൈസക്ക് ഗതിയില്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു. പിന്നെ ഓന് പ്രഷർ അടിച്ചു കയറിയതിൻ്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട, അതന്നെയാണ് കാരണം. ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല, അത് നോക്കാനും പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല. 500 ഉറുപ്പ്യൊക്കെ ഇറക്കിയെടുത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ മതി. എന്നാലേ വല്ല സ്വർണത്തിന് എന്തെങ്കിലും മൂതലോ എന്തെങ്കിലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കിട്ടോ എന്ന് മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കിട്ടോ എന്ന് പറഞ്ഞാണ്ട് സമ്മതാക്കി ചെയ്യാണ്ട്. എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത്. നിങ്ങൾ എന്തൊരു മനസ്സിലാ, 5 നമുക്കത് മതിയല്ലോ, ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ? ആണുങ്ങൾ സന്തോഷമായിരിക്കും. കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ്, പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ്. എന്നാലൊരു പെണ്ണിനോട് അല്ലെങ്കിൽ എന്ത് മനസ്സെത്തി എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ഇവിടെ എന്നും മീൻ കൂട്ടാനിൽ ഇപ്പേറ് തന്നെയാണ് പണി എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ഒരു തമാശ പറയലുണ്ട്, സംഗതി ഇല്ലാത്തതാണ് ഒരു തമാശ. ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞത്രേ പുതിയാപ്പണ്ണോട്, ഇന്ന് നിങ്ങളിവിടെ പെരയത്തെ പണിയൊക്കെ എടുത്തോളി, ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോളാം, ഇന്ന് ഞാൻ ജോലിക്ക് പോയിക്കോളാം, നിങ്ങൾ തമാശ കേട്ടോ, നിങ്ങൾ പെരയത്തെ പണിയൊക്കെ എടുത്തോളിയായിരുന്നു. ആയിക്കോട്ടായിരുന്നു. അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസിൽ പോയി. മൂപ്പരിങ്ങനെ 3 മണിയായി പെണ്ണുങ്ങളിങ്ങനെ വരികയാണ്. അപ്പോൾ ആ വരാൻ നേരത്ത് ദേശം ഒരു കലത്തിൽ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ട് മൂപ്പരിങ്ങനെ തെരഞ്ഞു കിടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ വന്നപ്പോൾ എന്താ മനുഷ്യങ്ങൾ തരണേന്ന് ചോദിച്ചപ്പോൾ, ഞാനേ ഈ അരി ചേർന്ന സമയത്ത് ഇജിങ്ങനെ കൊട്ടണ ഒരു കോലില്ലേ, ഞാൻ ആ കോല് തിരഞ്ഞെടുക്കണം. അപ്പോൾ മൂപ്പര് ഇത്രയും കാലമായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. മൂപ്പര് ഈ കൊട്ടണ കോല് തിരഞ്ഞെടുക്കുകയാണ്. ഇത് അരി ചേർന്നെങ്കിൽ എന്നിട്ട് ഇത് ഇട്ടിട്ടുമാണ്. തമാശയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് 3 ദിവസം വെച്ചുകൊണ്ട് ചെയ്താൽ നടക്കൂല. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് 3 ദിവസം വെച്ച് ചെയ്താൽ നടക്കൂല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ
പിന്നെ പോയി വന്നുങ്ങാണ്ട് വല്യർത്തനം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം, ആണുങ്ങളെ ശേഖരണ വിഷയത്തിൽ. ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് സ്ത്രീകളുടെ മനസ്സ് പ്രിപ്പയർഡ് മൈൻഡ്, മറ്റേത് ഡെപ്പോസിറ്റ് മൈൻഡ് സ്ത്രീകളുടെ. അപ്പോൾ ഈ രണ്ടു കാര്യങ്ങളും മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വർത്താനം പറയണം, അതിലപ്പുറം പറയരുത്. അതിലപ്പുറം പറഞ്ഞാൽ പ്രശ്നം. ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും പലതിലും വ്യത്യാസപ്പെടുന്നുണ്ട്. വീട്ടിലൊരുപാട് കാര്യങ്ങളുണ്ടാവും. പുതിയാപ്പിള വരുമ്പോൾ പറയണമെന്ന് കരുതിയിട്ട് നിൽക്കുകയിക്കാരം. എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അത് വലിയൊരു സംഭവിക്കാരം. നമ്മളിപ്പോൾ ബൈക്ക് മരണതും ആക്സിഡന്റ് ആവുന്നതും മരിക്കണമൊക്കെ നടുറൂട്ടിൽ ഒരുപാട് കണ്ടതുകൊണ്ട് എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചോന്നും അത്ര വലിയ പ്രശ്നമാവില്ല. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് പറയാൻ വേണ്ടി കാത്തു കേൾക്കാരം. പിന്നെ നമ്മളെ എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു പറയുമ്പോൾ മെയിൻ്റെ തന്നെ എന്നിട്ടോന്ന് ചോദിച്ചാൽ മതി. ഒരൊറ്റ വാക്കിന്റെ ചെലവുള്ളത് അത് ചോദിക്കൂല. ആണുങ്ങളെ വർത്തമാനം ക്ലിയറാണോ, പെണ്ണുങ്ങളെ ഭക്ഷണം ക്ലിയറാണോ, കുടുംബജീവിതം ഉഷാറായി. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഞാനൊരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. സൂറത്തുർ റൂമിന്റെ 24-ാമത്തെ ആയത്ത്. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً. നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. ഒന്ന് മവദ്ദത്ത്, ഒന്ന് റഹ്മത്ത്. മവദ്ദത്തിന്റെ പ്രകടനമാണ് സംസാരം, റഹ്മത്തിന്റെ പ്രകടനമാണ് ഭക്ഷണം. ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ്, രണ്ട് പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ്. ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അറിയാം. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് 23 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ, കാപ്പി ഉണ്ടാക്കി കൊടുത്തതോ, ചൂടാൻ ഉണ്ടാക്കി കൊടുത്തതോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതോ, ചോറ് വാരി കൊടുത്തതോ ആയിരിക്കും. പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെ കുറിച്ചായിരിക്കും വരാം. അപ്പൊ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത്. സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം, ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് പുരുഷന് ആവശ്യമുള്ളത്. ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമോ? കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ഒരു മഞ്ഞ മാക്സിന്റെ ആവശ്യമുണ്ട്. ഒരു മഞ്ഞ മാക്സ് വേണം. ആദ്യം പുതിയാപ്പിള വന്ന് കുപ്പായം മാറ്റിടുമ്പോൾ 250 ഉറുപ്പ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മായിമാട് പറയാ, പിന്നെ ഇമ്മ എനിക്കൊരു മഞ്ഞ മാക്സി വേണ്ടിന്നു, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുള്ളൂ, നിങ്ങൾ നാളെ ഒന്ന് പറയോണ്ട് കിട്ടോ. പിറ്റേന്ന് രാവിലെ മൂപ്പര് ഫാൻറ്റ് ഷൂട്ടൊക്കെ ഇട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും, എടാ ഇജ്ജ് വൈകുന്നേരം വരുമ്പോൾ ഓക്കൊരു നല്ല മഞ്ഞ മാക്സി കൊടുന്നു കൊടുക്കൊണ്ടു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു മഞ്ഞ മാക്സി ആയിട്ട് വന്നാൽ ഉമ്മാക്ക് അംഗീകാരമായി, ഓക്ക് മാക്സി ആയി, സംഗതി വളരെ ഉഷാറായി. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ആ അംഗീകാരം കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികളൊക്കെ ലേശം വലുതായി, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ ആയി, അത്യാവശ്യം പൈസ അയക്കാൻ തുടങ്ങിയാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും. വാപ്പാക്ക് പിന്നെ ആ പെരയിലൊരു റൂളും ഇല്ല. ആകെ മൂപ്പർക്ക് ചില്ലറ പരിപാടികളൊക്കെ ഉള്ളൂ. രാവിലെ മാർക്കറ്റ് പോയിങ്ങാണ്ട് മീൻ കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നഴ്സറിക്ക് പോകാൻ വേണ്ടി മാറ്റിയൊരുങ്ങിയാൽ ബസ് കയറ്റി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോൾ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിങ്ങാണ്ട് മുത്തല്ലിമിങ്ങളെ സ്വീപ്പാക്കുക. വേറൊരു പരിപാടിയില്ല, കഴിഞ്ഞ പരിപാടി. ആ പെരയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാനോടൊരു അഭിപ്രായം കൂടിയും ചോദിക്കൂല. ഉമ്മയും കുട്ടികളും കൂടി ഒന്നായി ഒരു അഭിപ്രായം ചോദിക്കൂല. വാപ്പാനെ പുറംകാലം കൊണ്ട് തട്ടി മാറ്റാം. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന ഹബീബുന റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിലെ നടുക്കത്തെ വാതിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നീ ഉണ്ടാവണം എന്ന തീരുമാനം വാപ്പാൻ്റെതാണ്, ഉമ്മാൻ്റെതല്ല. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. അത് വാപ്പാന്റെ സാന്നിധ്യമാണ്, ഉമ്മാന്റെ സാന്നിധ്യമല്ല. നീ ഉണ്ടാവണം എന്നത് വാപ്പാൻ്റെതാണ് തീരുമാനം, ഉമ്മാൻ്റെതല്ല. വാപ്പാന്റെ തീരുമാനവും അള്ളാഹുവിന്റെ ഖുദ്റത്തുമായി കെട്ടുപെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. നിന്റെ കാരണക്കാരൻ ആണാവട്ടെ പെണ്ണാവട്ടെ, നിന്റെ കാരണക്കാരൻ നിന്റെ വാപ്പയാണ്. അതുകൊണ്ട് വാപ്പ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഉമ്മാനെ പറ്റി പറയാൻ എല്ലാവരും ഉണ്ട്, വാപ്പാനെ പറ്റി പറയാൻ ആരുമില്ല. വാപ്യം പറയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഉമ്മാക്കുള്ള എല്ലാ പദവിയും വാപ്പാക്കുണ്ട്, ഉമ്മാക്കുള്ള എല്ലാ കൂലിയും വാപ്പാക്കുണ്ട്, ഉമ്മാക്കുള്ള എല്ലാ ശ്രേഷ്ഠതകളും വാപ്പാക്കുണ്ട്. അതുകൊണ്ട് വാപ്പയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉമ്മ വാപ്പ. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു ഹബീബുനാ റസൂലുള്ളാഹി. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാൾ ഭക്ഷണം വിശാലമാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയൻസഅ ലഹു ഫീ അസരിഹി, ആയുസ് ദീർഘമാവണം എന്നും ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാപ്പയമ്മയും പ്രധാനമാണ്. ഗൾഫ് കുടുംബം കുറേ ഉള്ളതുകൊണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, നിർബന്ധമായും അള്ളാഹുവിന്റെ ശാപം അവനുണ്ടായിരിക്കും, വൽ മലായികതി, മലക്കുകളുടെ ശാപവും ഉണ്ടായിരിക്കും, വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്നാണ്. ഉമ്മാന്റെ കാലിൻ്റോട്ടാണ് സ്വർഗം. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഉമ്മാന്റെ കയ്യിലാണ് സ്വർഗം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു. ഇത് കാലിൻ്റെ തൊട്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലേ അത് കിട്ടണമെങ്കിൽ കുറച്ച് അടങ്ങാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കുമ്പിട്ടിക്കേണ്ടി വരും എടുക്കണമെങ്കിൽ. കാലിൻ്റെ തൊട്ടാണുള്ളത്. കയ്യിലാവുമ്പോൾ നേരെ നിന്നുകൊണ്ട് വാങ്ങാം. ഇത് ഉമ്മാന്റെ അവിടെ കുമ്പിട്ട് നിന്നിട്ടേ വാങ്ങാൻ കഴിയുള്ളൂ. ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാ സ്വർഗം ഉള്ളത്. അത് വാങ്ങാൻ നമുക്ക് കഴിയണം. പെണ്ണുങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ഭർത്താവിൻ്റെ സ്വർഗം നിന്റെ അമ്മായിമാന്റെ കാലിൻ്റെ തൊട്ടാണ് ഇരിക്കുന്നത്. അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അനക്ക് കൂടിയുണ്ട്. പൂ അംഫുസക്കും വാഹുലീക്കും നാറ വഖൂദു ഹന്നാസു വൽ ഹിജാറ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെണ്ണിങ്ങനെ വിളിച്ചു ചോദിച്ചു മറൻ്റെ അപ്പുറത്തുനിന്ന്, ഉസ്താദേ, ഈ ആണുങ്ങളെ മൊബൈൽ മക്കളി നിർത്താൻ നിങ്ങളെടുത്ത് വല്ല വയ്യുണ്ടോ എന്ന് ചോദിച്ചു. പെരേക്കട് വന്ന അപ്പം മൊബൈൽ മക്കളി തുടങ്ങി, അത് നിർത്താൻ നിങ്ങളെടുത്ത് വല്ല വയ്യുണ്ടോ ചോദിച്ചു. എല്ലാ ആണുങ്ങളും ഒരു കാര്യം മനസ്സിലായിക്കോളി, 3 സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാം. ഒന്ന്, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 90 മിനിറ്റ്, 1.5 മണിക്കൂർ. 2, ഓഫീസിൽ എത്തിയ ഉടനെയുള്ള 1 മണിക്കൂർ. 3, വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ. എല്ലാവരും മനസ്സിലായിക്കോളി. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ചെലവാക്കുക. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, നടക്കുക, കുളിക്കുക, ഇസ്തിരിടുക, ചാടുക, ഓടുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യം 1.5 മണിക്കൂർ. രാവിലെ എഴുന്നേറ്റ് 1.5 മണിക്കൂർ സമയം മൊബൈൽ ഓണാക്കരുത്. അതിന് വരുന്നൊക്കെ വരും, ഓണാക്കണ്ട. ഓഫീസിൽ ജോലിക്ക് ഹാജരായ ഉടനെ ആദ്യത്തെ 1 മണിക്കൂർ പുതുമയുള്ളതും ശ്രമകരവുമായ ഒരു കാര്യം ചെയ്യണം. വളരെ പ്രയാസമുള്ളത്, ഇന്നലെ ചെയ്തതല്ലാത്തത്, ഒരു പുതിയ കാര്യം ഓരോ ദിവസം ചെയ്യണം 1 മണിക്കൂർ. രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കണം. വീട്ടിൽ കയറണത് മൊബൈലിന്റെ സ്വിച്ച് ഓഫ് ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കണം. അല്ല, ആയിട്ടില്ലെങ്കിൽ 2ാമത്തെ വളവ് കഴിഞ്ഞുകൊണ്ട് വരുന്നിടത്ത് വലിയൊരു മൂച്ചില്ലേ, ആ മൂച്ചിന്റെ ചോട്ട് വണ്ടി നിർത്തുക. നിർത്തിയിട്ട് മൊബൈൽ എടുത്തിട്ട് കളിച്ച. എപ്പോഴാ തീരുന്നയിച്ചാൽ എപ്പോൾ തീർന്നാലും കുഴപ്പമില്ല, കുറച്ചുകൂടി വൈകിയാലൊന്നും ഒരു കുഴപ്പമില്ല. എപ്പോഴാ തീരുന്നയിച്ചാൽ തീരുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോരാ. മൊബൈൽ 1/2 മണിക്കൂർ മതി, പിന്നെ നിങ്ങൾ എന്തും ചെയ്തോളി, പക്ഷെ അത് വന്ന ഉടനെ ആയിരിക്കണം. 1/2 മണിക്കൂറേ വേണ്ടുള്ളൂ. 1/2 മണിക്കൂർ അതാണ്ട് ഓഫാക്കി വെച്ചിങ്ങാണ്ട് കളിത്തുണി മാറ്റിങ്ങാണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി മാറ്റിങ്ങാണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെടുത്താൻ ചെന്നിരിക്കുക. ഓൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. അതാണ് കേട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ആരൊപ്പം പോവില്ല. മീൻകാരൻ്റെ ഒപ്പം പോവില്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ ഒപ്പം പോവില്ല, ആരൊപ്പം പോവില്ല, നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. അത് കേൾക്കാൻ തയ്യാറില്ലേ? കേൾക്കാൻ തയ്യാറുള്ളവരൊപ്പം ഓല അങ്ങോട്ട് പോകും. തന്നെ സംഭവം. അതുകൊണ്ട് കുടുംബജീവിതം വിജയിക്കണോ? ഞാൻ ഈ പറഞ്ഞ വിഷയം പാലിക്കുക എന്നത് പ്രധാനമാണ്. മക്കളെ പറ്റി ഞാൻ പറഞ്ഞു, വാപ്പാനെ പറ്റി പറഞ്ഞു, ഉമ്മാനെ പറ്റി പറഞ്ഞു, ഭാര്യനെ പറ്റി പറഞ്ഞു, ഭർത്താവിനെ പറ്റി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.